വർദ്ധിക്കുക, അതോടൊപ്പം ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ലഭ്യമാവുക, ഇക്കാര്യത്തിൽ വിപുലമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇത്തവണ ബജറ്റിൽ വിപണി ഇടപെടലിനായിട്ട് 2016-17 150 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് 81,42,00,000 രൂപ സപ്ലൈകോക്ക് ഇപ്പോ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതില് ഓണം ഫെയർ നടത്താൻ 4,60,00,000 വരും. വിപണി ഇടപെടലിന് 45 കോടി വരും. BPL കിറ്റിന് 8,76,00,000 വരും. സ്പെഷ്യൽ പഞ്ചസാര വിതരണത്തിന് 13,60,00,000 വരും. ഇപ്പൊ നിശ്ചയിച്ചിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും, ജില്ലാ ആസ്ഥാനങ്ങളിലും താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോയുടെ ഫെയറുകൾ സംഘടിപ്പിക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത 38 പഞ്ചായത്തുകളിൽ സ്പെഷ്യൽ ഓണം മിനി ഫെയറുകൾ വേണമെന്നും കണ്ടിട്ടുണ്ട്. ഓണക്കിറ്റുകളുടെ പരിപാടിയുണ്ട്. അതോടൊപ്പം സ്കൂൾ കുട്ടികൾക്ക് MDMS പദ്ധതി വഴി 5 കിലോ അരി നൽകുന്നതാണ്. ആദിവാസി കുടുംബങ്ങൾക്കാകെ ഓണം കിറ്റുകൾ നൽകുന്നതാണ്. APL കാർഡുകാർക്ക് 8 കിലോ അരിയാണ് ഇപ്പം നൽകി വരുന്നത്. അപ്പോൾ ഓണക്കാലത്ത് ഇതിനു പുറമേ 2 കിലോ അരി കൂടി നൽകും. ഇതിന് 6,025 മെട്രിക് ടൺ അരി കൂടുതലായിട്ട് വേണ്ടതായിട്ടുണ്ട്. അവശ്യ സാധന വില നിയന്ത്രിക്കാനും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാനും താലൂക്ക്, ജില്ലാ, സംസ്ഥാനതല സ്ക്വാഡുകൾ പ്രവർത്തിക്കും. പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയുന്നതിന് പ്രത്യേക ഫോൺ നമ്പർ നൽകും. താലൂക്ക്, ജില്ലാ തലങ്ങളിൽ ഇതിനായി പ്രത്യേക ഓഫീസർമാരെയും നിയോഗിക്കും. പ്രൈസ് മോണിറ്ററി സെൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ രൂപീകരിച്ചിട്ടുള്ളതാണ്. ആ സെൽ കൂടുതൽ ഊർജ്ജസ്വലമാക്കും. ഇതിന്റെ ഭാഗമായി വ്യാപാരികളുമായി ചർച്ചയും സംഘടിപ്പിക്കും. പാചകവാതക ലഭ്യത ഓണക്കാലത്ത് ഉറപ്പുവരുത്താൻ എണ്ണ കമ്പനികളുമായി ചീഫ് സെക്രട്ടറി ചർച്ച നടത്തും. ഇതില് പച്ചക്കറി വ്യാപകമായി തന്നെ ഉൽപ്പാദിപ്പിച്ചത്
വിളവെടുക്കാൻ കഴിയും. അത് വലിയ തോതിൽ ജില്ലാ താലൂക്ക് ഫെയറുകളിൽ പച്ചക്കറികളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഹോർട്ടികോർപ്പ്, മിൽമ, MBI, VFP, CK ഇവിടെയൊക്കെ സ്റ്റോളുകളും ഉണ്ടാകും. അപ്പോൾ എല്ലാ വകുപ്പുകളും നല്ല രീതിയിൽ തന്നെ ഇതിൽ ഇടപെടുമെന്നർത്ഥം. പിന്നെ തുണിയുമായിട്ട് ബന്ധപ്പെട്ട് ഹാൻഡ് വീവ്, ഹാൻഡെക്സ് ഇവയുടെയൊക്കെ കുടുംബശ്രീ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിങ്ങനെ വിവിധ സ്റ്റോളുകളും ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന നിലയുണ്ടാകും. ഇതോടൊപ്പം ഓണത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള കാര്യങ്ങളല്ല, മറ്റു ചില കാര്യങ്ങൾ. ഇതോടൊപ്പം മന്ത്രിസഭ ആലോചിച്ച ചില കാര്യങ്ങൾ, ഈ വരുന്ന നവംബർ 1 കേരളപ്പിറവിയുടെ 60ാം വാർഷികമാണ്. അപ്പോൾ 60ാം വാർഷികം വിപുലമായ രീതിയിൽ ആഘോഷിക്കാനാവണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ പരിപാടി പിന്നീട് തയ്യാറാക്കുകയും ചെയ്യും. അതിനായിട്ട് മന്ത്രിസഭ ഒരു സബ് കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ടൂറിസം മന്ത്രി AC മൊയ്തീൻ കൺവീനറായിക്കൊണ്ട് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. മന്ത്രിസഭ ആലോചിച്ച മറ്റൊരു കാര്യം, മന്ത്രിമാര് നമ്മുടെ ടൂറിസം മന്ത്രി കൺവീനർ, സാംസ്കാരിക മന്ത്രി, പിന്നെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ മാത്യു ടി തോമസ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ, പിന്നെ റവന്യൂ മന്ത്രി, ഞാൻ കുറിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഓർമ്മയെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സബ് കമ്മിറ്റിയാണ്. പിന്നെ ആലോചിച്ചൊരു കാര്യം, ദുബായിലെ വിമാനാപകടത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റും വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത്. അതിനകത്ത് ആ പ്രവർത്തനത്തിനിടയ്ക്ക് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിൽ ഈ മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അവരെ എല്ലാവരെയും, അതോടൊപ്പം അതിനെല്ലാം നേതൃത്വം കൊടുത്ത UAE ഗവൺമെന്റിനെയും അനുമോദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു.